ഹാപ്പി ഓണം. നിങ്ങളെപ്പോഴാ വന്നേ? ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി. ഇന്നലെ വൈകുന്നേരം തന്നെ നാരങ്ങ, ഇഞ്ചി, മാങ്ങ അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് സാമ്പാർ, അവിയല്, കാളൻ, കൂട്ടുകറി എല്ലാം ഉണ്ടാക്കി. തോരനും പപ്പടവും എല്ലാം റെഡിയാക്കി. ഇനി നിങ്ങളൊന്നിങ്ങ് വന്നാൽ മതി. നിങ്ങൾ വന്നിട്ട് വേണം കഴിക്കാനെന്നും പറഞ്ഞ് ദേ അച്ഛൻ ദേ ഇവിടെ ടി വിയുടെ മുമ്പിൽ ഇരിക്കണ്ടേ. ഞാൻ നിന്റെ അനിയത്തിയെ വിളിച്ചു മോളെ. അപ്പൊ അവള് പറഞ്ഞു അവിടെ കൊച്ചിന്റെ ആദ്യത്തെ ഓണം അല്ലേ, അപ്പൊ ചോറുണ്ടിട്ടേ അവര് 3 മണിയായിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ആ അമ്മ വിളിച്ചത് എന്താണെന്നറിയാമോ? മോൻ അവിടെ നിന്ന് ഇത്തിരി ചോറ് കഴിച്ചിട്ട് നിങ്ങളെങ്കിലും എന്നാ വേഗം വരാൻ നോക്ക്. എന്നാ പിന്നെ അച്ഛനൊരു സന്തോഷമാവൂലോ. എന്നാ മോനെ, കൂട്ടുകാർ വരുമെന്നോ? ആണോ? എന്നാ സാരമില്ല. എന്നാ പിന്നെ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും ഉണ്ണാം. ശരിയാണ്. അല്ല ഇനിയിപ്പോൾ ഈ പിള്ളേരെ നോക്കിയിരിക്കുകയാണ്. ഇപ്പം എന്നാ ചെയ്യണേ? അവരുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കണേ? ഏട്ടാ ദേ നമുക്ക് ചോറിന, എനിക്ക് വിശന്നിട്ട് പാടില്ല. കാലത്ത് എനിക്ക് ഇതൊക്കെ ശരിയാക്കി വെച്ചാൽ പിള്ളേർ വരുമ്പോൾ വരട്ടെ, നമുക്ക് അത് അന്നേരം ഉണ്ണാം. അന്നേരം ഇപ്പം ദേ നമുക്ക് ഉണ്ണാം. എനിക്ക് വിശന്ന്